പ്രതീക്ഷയോടുകൂടി തന്നെ കാത്തിരിക്കുകയാണ്. അർജുൻ മടങ്ങിയെത്തും എന്ന പ്രതീക്ഷയോടുകൂടി ഇപ്പോഴും കാത്തിരിക്കുകയാണ് എല്ലാവരും. കർണാടകയിലെ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ്റെ തിരിച്ചുവരവിനായി കാത്തിരിക്കുകയാണ് കോഴിക്കോട് കണ്ണാടിക്കൽ ഗ്രാമം ഒന്നാകെ. തെരച്ചിൽ പുരോഗമിക്കുമ്പോൾ വലിയ പ്രതീക്ഷയിലാണ് ഉറ്റവരുള്ളത്. ഇന്നെങ്കിലും അർജുനെ കണ്ടെത്താനാകും എന്ന പ്രതീക്ഷയാണ് സഹോദരി അഞ്ജു രാവിലെ 24-നോട് പങ്കുവച്ചത്. ഓരോ നിമിഷങ്ങൾക്കും മണിക്കൂറുകളേക്കാൾ ദൈർഘ്യമുള്ള 7 ദിനരാത്രങ്ങൾ. കരഞ്ഞുകലങ്ങിയ കണ്ണുകളുമായി പൊന്നുമോനെ കാത്തിരിക്കുകയാണ് വയോധികരായ പ്രേമനും ഷീലയും. കൂടപ്പിറപ്പിനായുള്ള പ്രാർത്ഥനകളോടെ സഹോദരങ്ങൾ. പ്രിയതമനെക്കുറിച്ചുള്ള ശുഭവാർത്തയ്ക്കായി കാതോർത്ത് കൃഷ്ണപ്രിയ. ഒന്നും അറിയാതെ 2 വയസ്സുകാരൻ അയാൻ. ഇവരെപ്പോലെ അർജുനായി പ്രാർത്ഥനയോടെ കഴിയുകയാണ് മലയാളികൾ ഒന്നടങ്കം. ഇപ്പോൾ അവനെ കണ്ടാലും ഇല്ലെങ്കിലും ഒരു ലോറി കണ്ടു കിട്ടിയാൽ നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടും. ഇത്രയും വലിയൊരു സാധനം, ഇപ്പോൾ ഒരു മനുഷ്യൻ ഉള്ളിൽ കിടന്നാൽ അത് കണ്ടുപിടിക്കാൻ കുറേ ഒരു സമയം എടുക്കും, നമ്മൾ അത്രയും സെർച്ച് ചെയ്യണം. പക്ഷെ ഒരു ലോറി കണ്ടുപിടിക്കാനുള്ള ഒരു സംവിധാനത്തിലുള്ള നമ്മുടെ ഒരു വീഴ്ച, അത് പ്രതീക്ഷകൾ മങ്ങി തുടങ്ങി. നമുക്കിന്ന് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. 7 ദിവസമായി നമ്മളൊക്കെ മരവിച്ച് തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും. ആ ഒരു കാത്തിരിപ്പ്, പ്രതീക്ഷയോടുള്ള കാത്തിരിപ്പായിരുന്നു. ഞങ്ങളെ പ്രതീക്ഷ കൈവിടാതെ എല്ലാവരും കുറേ പേര് നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിലൊക്കെ ഞങ്ങൾ പോസിറ്റീവ് കണ്ട് ആ ഒരു പോസിറ്റിവിറ്റി കൂടാൻ വേണ്ടിയിട്ടുള്ളൊരു സ്ട്രഗിളാണ് ഇത്രയും ദിവസം നടന്നത്. രക്ഷാപ്രവർത്തനത്തിനായി കോഴിക്കോട്ട് നിന്ന് 18 പേരടങ്ങുന്ന സംഘം ഷിരൂരിലേക്ക് തിരിച്ചിട്ടുണ്ട്. പുത്തുമല, കവളപ്പാറ ദുരന്തങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ എൻ്റെ മുക്കം, പുൽപ്പറമ്പ് രക്ഷാസേന, കർമ്മ ഓമശ്ശേരി എന്നീ സന്നദ്ധ സംഘടനകളിലെ അംഗങ്ങളാണ് യാത്ര തിരിച്ചത്. ഉത്തര കന്നഡയിലെ അങ്കോലയ്ക്ക് സമീപം കൂപ്പിൽ നിന്ന് തടികയറ്റി തിരിച്ചുവരുന്നതിനിടെ ഈ മാസം 16-നാണ് അർജുൻ അപകടത്തിൽപ്പെട്ടത്. 24 കോഴിക്കോട്.